Hi guys. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വെന്റ് ഓഫ് സൈബർ എന്നുള്ള ട്രൈ ഹാക്കിങ്ങിൻ്റെ ഇവൻറ്റിനെ പറ്റിയാണ്. ട്രൈ ഹാക്കിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ട്രൈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻസും അതുപോലെ പ്രൊഫഷണൽസും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. ഇതിൽ CTFs ഉണ്ട്, അതുപോലെ വാക്ക് ത്രൂസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മളെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അഡ്വെന്റ് ഓഫ് സൈബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ബേസിക്കലി ട്രൈ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം എല്ലാ December 1 മുതൽ ലാസ്റ്റ് വരെ നടത്തിയിരുന്ന ഒരു ഇവൻ്റാണ്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചലഞ്ചസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്ത് ചെയ്യും, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അതുപോലെ ഒരു ഗിവ് അവേ ഉണ്ടാവും. അതിൽ $1 വർത്ത് ആയിട്ടുള്ള പ്രൈസസ് ഉണ്ടാവും. അത് ബേസിക്കലി ഒരു ഗിവ് അവേ മോഡലാണ്. ബട്ട് നമുക്ക് ഈ ഒരു ചലഞ്ച് 24 days ഈ December end വരെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേസിക്കലി നമുക്ക് പലതരത്തിലുള്ള സ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതെങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ട്രൈ ഹാക്കിങ്ങിലേക്ക് ലോഗിൻ ചെയ്ത് വന്നാൽ, ലോഗിൻ ചെയ്തില്ല ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി, ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഡാഷ്ബോർഡിലേക്കാണ് വരിക. അവിടെ നമുക്ക് മുകളിൽ ഇവിടെ ഒരു ടാബ് കാണാൻ പറ്റും, AOC എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രൈസസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ഫീച്ചറിങ്. നമുക്ക് വ്യൂ പ്രൈസസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ പ്രൈസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഇവന്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവന്റ് ഡീറ്റെയിൽസ് December 1 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും 4 മണി PM GMT എന്ന് പറയുമ്പോൾ നൈറ്റ് ഇന്ത്യയിലൊരു 9 മണിയൊക്കെ ആകുമ്പോൾ അവർ റിലീസ് ചെയ്യും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്, ഇവൻ്റാണ്. നമുക്ക് ഇതിലൂടെ ഇത് 28 days നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ കുറേ സംഭവം ടോപ്പിക്സ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. CLE, Splunk ബേസിക്സ്, IDOR, ഇങ്ങനെ പല കാറ്റഗറീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്കിവിടെ 32 ഇൻഡസ്ട്രി ഹാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ കാണാൻ പറ്റും. ജോൺ ഹാമണ്ട്, റയാന്, പിറ്റൻടെക്ക്, പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെയാണ് ഓരോ ദിവസത്തെ ചലഞ്ച് ഫീച്ചർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ നമുക്ക് ചലഞ്ചസ് കാണാൻ പറ്റും. ഇന്നേക്ക് 3rd day ആണ്. ഇന്നലെ 3rd day കഴിഞ്ഞു, ഇന്ന് 4th day നൈറ്റ് റിലീസാവും. ബേസിക്കലി ഇതൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ളൊരു ചലഞ്ചാണ്. മാക്സ് കിട്ടി എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്യാരക്ടർ വരുന്നത്. അത്രക്കാണുള്ള. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചലഞ്ചിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഈ പ്രിപ്പറേഷൻ ചലഞ്ച് ഉണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആണ് വേറെ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ നമുക്കിനി ഫസ്റ്റ് ചലഞ്ചിലേക്ക് നോക്കാം. ഇതാണ് ബേസിക്കലി ഫസ്റ്റ് ചലഞ്ച് ചെയ്യുന്നത്, ലിനക്സ് CLE ഷെൽ ബെൽസ്. നമുക്കിവിടെ ഫീച്ചർ ചെയ്തിട്ടുള്ള വാക്ക് ത്രൂ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഈ ഒരു ചലഞ്ച് കവർ ചെയ്യുന്ന ബേസിക് ലിനക്സ് കമാൻഡ്സിൻ്റെതും ലിനക്സ് CLE എന്താണെന്നുള്ളതൊന്ന് ഫെമിലിയർ ആക്കാണ്. നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ലൈൻ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റോറി ലൈൻ നോക്കിയിട്ട് നോക്കാം. നമ്മുടെ സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, ആ ക്യാരക്ടറായിട്ടുള്ള മാക്സ് കിട്ടി എന്ത് ചെയ്താണ്, കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും നമ്മളെ സെർവർ എന്ത് ചെയ്യാണ്ട് കോംപ്രമൈസ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതാണ് ബേസിക്കലി നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ. നമുക്ക് ഇതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളെ ലോക്കൽ
ഡിവൈസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും VPN യൂസ് ചെയ്തിട്ട്. സോ ജസ്റ്റ് ചെക്ക് മാർക്ക് കൊടുക്കാം. I have successfully started my virtual machine. സോ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് ഉപയോഗിക്കാം ലിനക്സ് CLI. ലിനക്സ് CLI എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ് ആയിട്ടുള്ള സെർവർ ലിനക്സ് CLI ആണ്. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ജസ്റ്റ് ഇത് ലിനക്സ് CLIനെ പറ്റി പറയാം. ജസ്റ്റ് ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് അല്ല, ജസ്റ്റ് നോർമൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണുള്ളത്. നമുക്ക് ജസ്റ്റ് CLI ഒന്ന് ഫെമിലിയർ ആണ്. എക്കോ യൂസ് ചെയ്യാം. എക്കോ യൂസ് ചെയ്തിട്ട് എക്കോ എന്ന് വെച്ചാൽ മീൻസ് എക്കോന് ശേഷം നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് നേരെ ടെർമിനലിൽ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ആയിട്ട് വരും. അതാണ് ബേസിക്കലി നമ്മൾ എന്ത് ക്യാരക്ടറോ എന്ത് സിമ്പിളാണോ കൊടുക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ടെക്സ്റ്റ് ബാക്ക് ചെയ്തിട്ട് വരും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇവിടെ ജസ്റ്റ് ടെക്സ്റ്റ് ബാക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളെ കോംപ്രമൈസ് ആയിട്ടുള്ള സെർവർ. നമുക്ക് ജസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. നമുക്ക് മാക്സ്കിറ്റിൻ്റെ ഫയൽസ് ഒന്ന് നമുക്ക് ആക്സസ് ചെയ്ത് നോക്കാം. LS യൂസ് ചെയ്യാം. LS എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാം. സോ നമുക്ക് കുറേ ഫോൾഡേഴ്സ് കാണാം. അതേപോലെ readme.txt എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. എനിത്തിങ് നമുക്ക് അവിടെ കിട്ടിയാലോ. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്നത് കാറ്റ് എന്ന് പറയുന്നത്. മേ ബി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലിനക്സ് ബേസിക്സ് സിമ്പിൾ ഇതാണ്. ഓക്കെ, ഇവിടെ മാക്സ്കിറ്റി എന്തോന്ന് എഴുതിയുണ്ട്. അതായത് for all PBFC members, yesterday I spotted another exploit on our server. അതായത് നമ്മുടെ സെർവറിൽ എന്തൊരു എക്സ്പ്ലോയിറ്റ് അവർ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ വേർവില്ല നമ്മുടെ ടൗൺ ഡേഞ്ചറിലാണെന്ന് പറഞ്ഞിട്ട് സംതിങ് സെക്യൂരിറ്റി ഗേറ്റ് ആയിട്ട് എഴുതിയുണ്ട്. നമുക്ക് അവിടെ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ കാണാം. നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ചെയ്യാൻ ജസ്റ്റ് ക്ലിയർ എന്ന് അടിച്ചാൽ മതി. ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് CD യൂസ് ചെയ്യാം. CD മീൻസ് ചേഞ്ച് ഡയറക്ടറി. ജസ്റ്റ് നമ്മൾ ഡയറക്ടറി എടുത്ത് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഫയൽസ് അവിടെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റില്ല, കാരണം വിസിബിൾ ആയിട്ടല്ല എന്ത് മാക്സ്കിറ്റിയ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് എന്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഹിഡൻ ആയിട്ടുള്ള പോലെ ഫയലായിട്ടും മാക്സ്കിറ്റിയ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ നോക്കാം. ജസ്റ്റ് നമുക്ക് LS - LA അടിച്ചേക്കാം. അടിച്ചാൽ നോർമലായിട്ട് ഫയൽസ് എന്തൊക്കെയാണെന്നുള്ളത് വരും. നമുക്കിവിടെ gate.txt എന്ന് പറഞ്ഞിട്ടുള്ളത് ഫയൽ നമുക്ക് കാണാൻ പറ്റും. LOD ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തോ ആ gate.txt ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. gate.txt ആക്സസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ അറ്റാച്ച് ആവും. ഓക്കെ, സോ നമുക്ക് എന്താണ് മാക്സ്കിറ്റി അതിൽ റൈറ്റ് ചെയ്ത് നോക്കാം. I think Malheur from Hopsuck Iceland is preparing for an attack. Malheur ഒരു അറ്റാക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ മാക്സ്കിറ്റി /warlogs എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറയട്ടെ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, /warlogs എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ സെർവറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മെഷീനിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവൻസും ഒക്കെ എന്ത് ചെയ്യണം, ലോഗ് ചെയ്ത് സ്റ്റോർ ചെയ്തെന്ന് വെക്കുന്ന സ്ഥലമാണ് ലോഗ് ഫോൾഡർ /warlog ഫോൾഡർ. ഇവിടെ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ പല ടൈപ്പ് ലോഗ് ഫയൽസ് നമുക്ക് കാണാൻ പറ്റും.
സോ നമുക്കിവിടെ ഫെയിൽഡ് പാസ്വേഡ് ഗ്രപ്പ്. ഓക്കെ, നമുക്ക് ഗ്രപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, കിമാൽ ഹെയർ നമ്മളെ മെഷീനിലേക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഗ്രപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഈ ഓത്ത്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ, ഐ മീൻ ഫയലില്, ലോഗ് ഫയലില് ഈ ഫെയിൽഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വന്നത് മാത്രം മാച്ച് ചെയ്തിട്ടുള്ള ലോഗ്സ് മാത്രം നമുക്ക് സോർട്ട് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ നോർമലി റീഡ് ചെയ്താലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്തൊരു ലോഗ്സ് നമുക്ക് കാണാൻ പറ്റും, കുറെ ലോഗ്സ് കാണാൻ പറ്റും. നമുക്ക് എന്താണ് ഫീൽഡ് പാസ്വേഡ് മാത്രമായിട്ടുള്ള ലോഗ്സ് നമ്മൾ കണ്ടാൽ മതി. അപ്പം നമ്മൾ ഗ്രപ്പ് യൂസ് ചെയ്യും. ഓക്കെ, ഗ്രപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫീൽഡ് പാസ്വേഡ് കുറെ അറ്റംപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സോട്ട്മാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് വന്ന് നമുക്ക് കാണാൻ പറ്റും. സോ പിന്നെ മാക്സിമം ജസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പല ഫയൽസും ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാം. നമ്മൾ ഫൈൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫോൾഡേഴ്സോ അല്ലെങ്കിൽ ഫയൽസോ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈൻഡ് യൂസ് ചെയ്യും. നമുക്ക് ഇവിടെ ഫയലാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് യൂസ് ചെയ്യാം. ഫൈൻഡ് നമ്മളിപ്പോൾ ഹോമിലാണ്, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, സോറി. ഓക്കെ, ഇവിടെ എന്തുണ്ടോന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫയൽ കാണാൻ പറ്റും, extract.sh എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഷ് ഫയൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഫ്ലാഗും കിട്ടിയിട്ടുണ്ട്, അത് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും, കുറച്ച് കമാൻഡ്സ് റൺ ചെയ്തതാണ് നമ്മൾ അറ്റാക്കർ. ബേസിക്കലി ഞാൻ ഒരു ഓറിയോ തരാം. എന്താന്ന് വെച്ചാൽ നമ്മളെ വിഷ് ലിസ്റ്റ് എന്ത് ചെയ്താണ് റിമൂവ് ചെയ്തിട്ട് അറ്റാക്കർ കസ്റ്റമായിട്ടുള്ള വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താണ്. ഓക്കെ, നമുക്ക് ആ കസ്റ്റമായിട്ടുള്ള വിഷ് ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ടെർമിനലിലേക്ക് ബാക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അവിടെ കുറച്ച് കമന്റ്സ് കണ്ടില്ലേ. ഓക്കെ, ഇതില് കുറെ സിമ്പിൾസ് നമുക്ക് സ്പെഷ്യൽ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ അതെന്തിനാണല്ലോ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സെൻഡ് ഔട്ട്പുട്ട് ഫ്രം ദ ഫസ്റ്റ് കമാൻഡ് ടു ദ സെക്കൻഡ്. അതായത് ഫസ്റ്റ് കമാൻഡിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യാണ്, സെക്കൻഡ് കമാൻഡിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് യൂസ് ചെയ്യുന്നത്.
ഈ ഔട്ട്പുട്ട് റീഡയറക്റ്റ്, അതായത് വൺ ഗ്രേറ്റർ ദാൻ ഇട്ടാൽ നമുക്കൊരു ഫയലിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ വൺ ഗ്രേറ്റർ ദാൻ ഇട്ടാൽ അത് ഓവർ റൈറ്റ് ആവും. അതിലെന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പൻഡ് ചെയ്യണമെങ്കിൽ അത് മാറാതെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഗ്രേറ്റർ ദാൻ, ഡബിൾ ഗ്രേറ്റർ ദാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഡബിൾ ആംപർസെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കമാൻഡ് സക്സസ്ഫുൾ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡ് കമാൻഡ് റൺ. ഓക്കെ, അതാണ് ബേസിക്കലി. സോ നമുക്ക് കുറച്ചുകൂടെ സിസ്റ്റം യൂട്ടിലിറ്റീസ് കാണിക്കുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്ടൈം എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സിസ്റ്റം എത്ര ടൈം റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുപോലെ IPIDR എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ IP അഡ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PSIX നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് /etc shadow എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ നമുക്ക് ആക്സസ് ചെയ്ത് നോക്കാം. എന്തിനാണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത് വെച്ചാൽ മാക്സ്കിറ്റിൻ്റെ /etc shadow ബേസിക്കലി എന്തിനാന്ന് വെച്ചാൽ നമ്മളെ പാസ്വേഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഒരു യൂസറിൻ്റെ നമുക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പെർമിഷൻ ഡെനീഡ് ആണ്. നോർമൽ മാക്സ്കിറ്റ് യൂസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അതിന് എന്ത് ചെയ്യണം, സൂപ്പർ യൂസറാണ്. റൂട്ട് യൂസർ മീൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ ലിനക്സ് യൂസറിൻ്റെ ഏറ്റവും പവറുള്ള യൂസറാണ് റൂട്ട് യൂസർ എന്നുള്ളത്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ കയറാൻ നോക്കാം. സൂപ്പർ യൂസർ ഇട്ട് അടിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, സൂപ്പർ യൂസറായി കയറിയിട്ട് ഇവിടെ നമുക്ക് റൂട്ട് ആയത് നമുക്ക് കാണാൻ പറ്റും. ഹു ആം ഐ അടിച്ചാൽ നമുക്ക് ഇവിടെ റൂട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ബാഷ് ഹിസ്റ്ററി. ബാഷ് ഹിസ്റ്ററി മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ആക്സസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കമാൻഡ്സ് ആണ് നമ്മൾ റൺ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബാഷ് ഹിസ്റ്ററി. നമുക്ക് രണ്ട് രീതി കാണാൻ പറ്റും. ഹിസ്റ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ള കമാൻഡ്സ്, ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ള കമാൻഡ്സ് നമുക്ക് ആക്സസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം എന്താണ് നമ്മൾ അറ്റാക്കർ റൺ ചെയ്തത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ അതുപോലെ ലാസ്റ്റ് ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബേസിക്കലി അതാണ് നമ്മുടെ ലാബ് വരുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ചെയ്യാം. Which CLI command would use to list directory list ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്തത്, നമ്മൾ ls command ആണ് യൂസ് ചെയ്തത്. ജസ്റ്റ് ചെക്ക് ചെയ്യും. Which command help you to filter the logs for failed logins? Failed logins നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് എന്താണ്, grep പറഞ്ഞിട്ടുള്ള കമാൻഡ്. ഓക്കെ, which command you run to switch the user? റൂട്ട് യൂസറിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ sudo ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ബാഷ് ഹിസ്റ്ററിന് കിട്ടിയിട്ടുള്ള ജസ്റ്റ് ഫ്ലാഗ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മളെ ചലഞ്ച് വരുന്നത്. ജസ്റ്റ് ഇത് ചെക്ക് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സക്സസ്ഫുള്ളി ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ
ഇതാണ് ബേസിക്കലി ഉള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ചലഞ്ച് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സെക്കൻഡ് ഡേ ചലഞ്ച്. ദാറ്റ്സ് ഇറ്റ് ഗയ്സ്. ബൈ.